അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. ആയിരത്തി 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ട് വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശയ്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാരൻ കൂടി പകലിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച്. അപ്പോൾ രോഗശയ്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം, എന്തേ? രാത്രിയായോ? ആ, ആവുന്നു. എന്തൊരിരുട്ട്. ജാലകം ഒന്ന് തുറക്കണം. വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ? പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്. അവര് ഒടുവിലത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നും അറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ അച്ഛൻ പി. കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ തിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ 2 വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം അച്ഛനായിരുന്നു. പുഷ്പേ, അച്ഛാ, ഒന്ന് വേഗം വരുന്നുണ്ടാ? വേഗം വരാൻ. ഹാ, നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ. ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം. ഓ, അങ്ങനെ പറയല്ല മോളെ. അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ഈ പൂഴി മണലിൽ ഇങ്ങനെ ഇരിക്കാം. അച്ഛനല്ലേ പറഞ്ഞത് അതുവരെ നടക്കാന്ന്? അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ച് നടക്കേണ്ടി വരില്ലേ? അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ. പിന്നെ അച്ഛൻ എന്നെ എടുക്കുമല്ലോ. അരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ച് നടക്കാനോ? കാണാൻ ഇത്രയുള്ളെങ്കിലും നല്ല കനമാണ്. അച്ഛനല്ലേ എപ്പം പറയല് ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്? വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാൻ. അച്ഛാ, എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം. കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്കറിയോ? എങ്ങനെയാ? എന്നാ കേട്ടോ, ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്കേ. ഇരുന്നു. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ. ശരി, നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. അടച്ചു.
സൂത്രക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ട നീ. കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ഇപ്പൊ നോക്കിയേ, ശരിക്കും അടച്ചു. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂട്ടോ. ശരി, കണ്ണുകൾ അടച്ചല്ലേ? അടച്ചു. ഇനി മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്നു കേപ്പേ. ശരി. തന്നെ തുറക്കരുതിട്ടോ. ഇല്ല, തുറക്കില്ല. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്? അത് കടലിന്റെ ശബ്ദം. കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ? തിരയുടെ ശബ്ദം. പിന്നെ? കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ. പിന്നെ? കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ. പിന്നെയോ? നുരയുടെ, പതയുടെ. എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്? അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ. അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ? അതെ അച്ഛാ, വലിയ കടൽ. എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ. കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം KV ശരത് ചന്ദ്രൻ. ശബ്ദ സാന്നിധ്യം പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, ബോബി C. മാത്യു, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, റാണി K, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, കുമാരി തേജശ്രീ സനൽ, മീര RU, വിനോദ് കീഴേടത്ത്, ഷാജി CK. ആകാശവാണി എന്ന മഹൽ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാ കലാകാരന്മാർക്കുമുള്ള ആദരമായി ഈ നാടകം. കാണുക കടലിനെ കൺതുറക്കാതെ. അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം. ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 20 സെക്കൻഡ്. അച്ഛൻ്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് 2ാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്. ഇന്ന് ശകവർഷം 1940. കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛൻ്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛൻ്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു PC മാമൻ. PC മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോൾ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ. എന്താ ഉണ്ടായത് ഇങ്ങനെ ചിരിക്കാൻ? അപ്പൊ PC അക്കാരെ അറിഞ്ഞില്ലേ? PC തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിക്കും. എടോ തിക്കു, എന്താ ഉണ്ടായത്? ഓ, പുള്ളിക്കാരൻ കേട്ട മട്ട് കാണിക്കണില്ലല്ലോ. കണ്ടില്ലേ, അയാൾ എഴുത്തിരി ലയിച്ചിരിപ്പാ. ഇത് നാടകെഴുത്തൊന്നുമല്ല, ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. മെമ്മോനുള്ള മറുപടിയേ. ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ. PCന്റെ പടി നോക്ക്. എൻ്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ. എന്താ കാര്യം? എന്താ പറയുക, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോൾ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി,
ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി. അങ്ങനെ സാധാരണ സംഭവിക്കാത്തതാണല്ലോ. എന്താ അങ്ങനെ വരാൻ? ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്. മനസ്സിലായില്ല. അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. അങ്ങേര് തന്നെ നാടകത്തിന് പേരിട്ടു. ഓഹോ, അപ്പൊ തനിക്ക് സൗകര്യായി എന്നല്ല ഇതർത്ഥം? ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു. അടോ, എഴുത്തു തൊഴിലാളിയായി താൻ ഇവിടെ ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ? PC കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം. ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്കാം. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്? താൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ എഴുതുക. അലമ്പ് കഥ, 110,000 കഥാപാത്രങ്ങൾ. ഹാ, എന്നിട്ട് വേണം ആകാശവാണിയിൽ എൻ്റെ ഈ കരാറ് ജീവിതത്തിൻ്റെ ചീട്ട് കീറാൻ. ഞാനാ ഫസ്റ്റ്. മായച്ചിര ഞാൻ തോപ്പിച്ചേ. ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്. അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ? ഞാനേ ക്യാൻറ്റീൻ വരെ ഒന്ന് പോയി. ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, PC അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ ക്യാൻറ്റീനില്? ഇല്ല, ഞാൻ എല്ലാം തീർത്തു. അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്കുക? ആ പിന്നെ മാഷേ, താഴെ രാഘവൻ മാസ്റ്റർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ? അയ്യോ പോകണം ചേച്ചി. എപ്പോ വന്നതാ? അല്ല, മാഷ് എഴുത്ത് തലേ പിടിച്ചിരിക്കല്ലേ. ആ, മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും? ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വേണ്ട, അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ അത് പിന്നെ ലോകം മുഴുവൻ കേൾക്കും. ആ, മാഷിൻ്റെ വർത്താനം കേട്ടാൽ തോന്നും മോളാദ്യമായിട്ടാണ് സ്റ്റുഡിയോയ്ക്കകത്ത് വരുന്നത് എന്ന്. ഇന്നേ വരെ ഒരപശബ്ദം പോലും അവൾ ഉണ്ടാക്കിയിട്ടില്ല. അല്ലേ മോളെ? വാ മോള് വാ, പോവാം. നമ്മുടെ ഡയറക്ടർ എങ്ങാനും ഇത് അറിഞ്ഞാൽ അടുത്ത ഇൻഡാസിനുള്ള വകുപ്പായി. കയ്യിൽ കിട്ടിയതിന് മറുപടി എഴുതി തീർന്നിട്ടില്ല. അപ്പോഴാണ് എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താനിതെത്ര നേരായടോ ഇരിക്കണു? എന്തേലും എഴുതി കൊടുക്ക. അടുത്ത ആഴ്ച എന്തോ നാടകം അയച്ചെടുത്തിട്ടുണ്ടല്ലോ, അതെഴുതി തുടങ്ങാൻ നോക്ക്. മാഷെ കണ്ടോ? മാഷില്ലേ? മാഷോ? ഹോ, തനിക്ക് എത്ര മാഷന്മാരെ വേണം ശങ്കര? പേരും പെരുമയുള്ളൊരു മാഷ് ഉണ്ടായിരുന്നതിനെ പിരിച്ചു വിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? എന്നാലുണ്ട് കുറേ എണ്ണം. പിന്നെ ഒരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന് അവധിയില്ല. അല്ല, നമ്മുടെ തിക്കോടി മാഷയാ വേണ്ടത്. എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്? അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷെ കാണുമെന്ന് പറഞ്ഞ് കുറേ നേരമായി. ആരാത്? എന്തേലും പറഞ്ഞോ? ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്. ഓ, ആ കൊടുംഭീകരം വന്നോ? ആ അതിശയം തന്നെ. ഞാനിതാ വരുന്നു പറ. അത് ശരി. താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത് ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ? മുത്തുപ്പട്ടര് എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല. ഓഹോ. എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എൻ്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. ശമ്പളം കിട്ടാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട്? കയ്യിലാണേൽ എണ്മിച്ചൊട്ട അപ്പങ്ങൾ പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം. ഓ, അല്ലയോ കുമാരി മായാ നാരായണൻ, ഭവനിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ? ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ഇന്നേ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു ലൈറ്റ് സോങ്ങിന്റെ. ആകെ മൊത്തം തിരക്കായിപ്പോയി. ഇവിടെ ഇപ്പോൾ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുൻ്റെ കാര്യമാണ് കഷ്ടം. നിന്ന് തിരിയാൻ സമയമില്ല. എന്നാൽ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ഭാരലോകമാവട്ടെ, ഫീച്ചറാവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്. ആ, മാഷെ സമ്മതിക്കുക തന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്.
PCക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്? ആരെ? ചിക്കുനിയോ? ഫസ്റ്റ് ഇങ്ങനെ ഒരാവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്. നമുക്ക് നോക്കാം. മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ. മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്. മായയ്ക്ക് എന്തറിയാം അയാളെക്കുറിച്ച്? 2.5 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. അനാഥത്വത്തിൻ്റെ ശൂന്യതയും വേദനയും അറിഞ്ഞ അയാൾ ഒരിക്കലും മകളെ കൈവിടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്. പാവം മോള്, ചെറിയ കൊച്ചല്ലേ. അമ്മയില്ലാത്തതിൻ്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായേച്ചി അച്ഛനാണോ എൻ്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. ആ ദേ മാഷ് വരുന്നു. അല്ല, മായയ്ക്ക് പോകാതായില്ലേ നീയും? ദേ ഞാനിറങ്ങാ. ഈ അനൗൺസ്മെൻ്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടൂ. എന്തായടോ, കാശ് തിരിച്ചു കിട്ടിയിട്ടും തൻ്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്? അല്ല, ഞാൻ ആലോചിക്കുക മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകളെ. എന്തേ? അല്ല, ഞാൻ ആ കൊടുവള്ളി ബാലൻ്റെ കാര്യം പറഞ്ഞതാ. എന്താ ഇപ്പോ ബാലന് പറ്റിയത്? ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു. അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം. ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന് ഓഹോ, അയാളിപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ. ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാൾ തിക്കൂടെ കടം തീർത്ത് തന്നൂലോ. അത് തീർത്തിട്ടൊന്നുമില്ല. പിന്നെ അയാളിപ്പോൾ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാനാ. അതായത് ടിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു. അതെ. ഓഹോ, എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിൻ്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. അതെ. എന്നിട്ട് താൻ കൊടുത്തോ? ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ല, അയാൾ പിന്നെ കാശിന് ചെരുക്കം ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് എടുത്ത് കൊടുത്തു. ഹോ, താൻ ഇത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. മായ കേൾക്കുന്നുണ്ടോ ഇയാളുടെ കഥ? കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് പേരയുന്തി കിട്ടണ നക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാൾ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് നമുക്കല്ലേ അറിയൂ. അപ്പറഞ്ഞത് ശരിയാണെങ്കിൽ PC ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം. ഒലക്ക 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ. മാഷവിടെ എന്താണോടോ? ദേ ഇപ്പൊ ഒരു ഹംസ മാഷെ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്. കർവഞ്ചോദിപ്പുകാരൻ്റെ ആണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി പാടം വന്ന് കയ്യിലുള്ളത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങോട്ട് പറയൂ. പേരെന്തെന്നാ പറഞ്ഞ്? ഹംസ, തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്. മനസ്സിലായി. പാട്ടുകാരൻ ഹംസ. ആരാടോ അത്? എന്താ പ്രശ്നം? ഇതൊരു ശുപാർശ PC. ആരോടപ്പം ശുപാർശ പറയണ്ടേ? രാഘവൻ മാഷിൻ്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസയ്ക്ക് ഇവിടെ ആകാശവാണിയിൽ. നടക്കണ കാര്യം വല്ലതും ആണോടോ തിക്കു? പറഞ്ഞു നോക്കാം. കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല. അത് താൻ പറഞ്ഞത് ശരിയാ. എടോ ശങ്കര, നിങ്ങൾ ഈ കടലാസ് ഡയറക്ടർക്ക് കൊണ്ട് കൊടുക്കണം. ഓ, ഹംസയോട് രാഘവൻ മാഷിൻ്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും. ഓ, പിന്നെ PC, ഞാനൊന്ന് മാഷെ കണ്ടുവരാം. ഡോ തിക്കു, തന്നെ കാത്ത് ഒരു നാടകവും 2-3 നാട്ടുംപുറവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഓർമ്മ വേണട്ടോ. പിന്നെ ആ എന്താസും വെളിച്ചത്തിൻ ലോകത്തിൽ മലരിട്ട പൂവനങ്ങളും. എടോ തോമസേ, മാഷ് തിരക്കിലാണോ? നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്. മാഷ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി? ഒരു വഴിയില്ല, ഇത് തീരണം. അമ്മ വന്നറവാതിൽ നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ. ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോൾ ആള് സിംഹപ്രകൃതിയാണ്. കാത്തു നിൽക്ക, അതാ നല്ലത്. ഉണരാവു നമ്മളിൽ നിറക്കാവു
പുത്തനാം പുകിലുകൾ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട് ഇതാ വിളിക്കുന്നു. എന്നെയോ? ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്. ഓ ഭാഗ്യം. പോയി കണ്ടിട്ട് വരാം. എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ. ഒരു കാര്യമുണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെക്കുറിച്ച്, അയാളെ കൊണ്ട് പാടിക്കുന്നതിനെക്കുറിച്ച്. ഞാൻ ഓർക്കുന്നില്ല. എന്താ അയാളുടെ പേര്? ആള് വലിയ പുള്ളിയാ. 4-5 രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്. തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു. ഹംസ എന്നാണ് പേര്. താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെക്കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം. തൻ്റെ ഒരു കാര്യം. അത് പോട്ടെ, അയാൾ എവിടെ? അയാൾ പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങും. വെയിറ്റ് ചെയ്യാൻ പറ. ശരി മാഷേ. എടോ തിക്കു, പിന്നെ ഒരു കാര്യം. സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് 1 വർഷമായി. ഓ അങ്ങനെയൊന്നുണ്ടല്ലേ? അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്. അതിൻ്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം. എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ. എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ? ഹോ, തന്നെപ്പോലൊരു ഭൂലോക മടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? എന്നാ ശരി മാഷേ. പിന്നെ ഹംസയുടെ കാര്യം മറക്കല്ലേ. ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1 2 3 4. പൊന്നിൻ താലിയണിഞ്ഞു പന്തലിലോ മനവന്നു, കൊന്നക്കാവിലൊരുക്കിയ പന്തലിൽ ഇന്നാണല്ലോ കല്യാണം, ഇന്നാണല്ലോ കല്യാണം. പൊന്നിൻ താലിയണിഞ്ഞു. ഇതാര്? അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്? ഇല്ലന്ത്രു, പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട് വീട്ടിൽ, അതുകൊണ്ട് കൂട്ടിയില്ല. അവള് വരാൻ കൂട്ടാക്കിയില്ല എന്നും പറയാം. അതെ, ചൂടോടെ പിടിച്ചോളി. ശരിക്കും വെന്തില്ലല്ലോ അന്ത്രോ. അത് തണുക്കുമ്പോൾ ശരിയാവുന്ന്. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ. ഒന്നും പറയണ്ട എൻ്റെ അന്ത്രു, തീരണ്ടടോ പണി. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിൻ്റെ പണി. പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ. അത് മാഷ് പറഞ്ഞത് നേര്. എനിക്കവിടെ നിന്നാൽ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ പുലരാ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. അന്ത്രു, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു 2-3 കെട്ട് വേണം. ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ. അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ. അല്ല മാഷേ, ഒരു സംശയം. ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്. അതിനല്ലേ തന്നോട് 2-3 കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്. തിക്കോടിയ മാഷല്ലേ? അതെ. ആരാ? കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ ആകാശവാണിയിൽ മാഷെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും മാഷ് സ്റ്റുഡിയോയിലായിരുന്നു. ഓ, എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്. ഓ, ഏതാ പത്രം? പത്രമല്ല, വാരിക, പൗരകാഹളം. കേട്ടിട്ടുണ്ട്. എന്താ ഞാൻ വേണ്ടത്? ഒരു ഇൻ്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിൻ്റെ എഴുത്ത് ജീവിതം. ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എൻ്റെ എഴുത്ത് ജീവിതത്തിനില്ല.
അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട. അല്ല മാഷേ, അതല്ല. ദാ ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിൻ്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞു പോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിയെന്നാ? ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്. പിന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മാഷ് വഹിച്ച പങ്ക്, സമരോത്സുകമായ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാൾ മാത്രം. അതൊക്കെ അത്രയേ ഉള്ളൂ. മാഷ് അതങ്ങനെ സ്വയം ചെറുതാക്കി പറയുകയാണ്. ഞാൻ ആ കാലത്തെ മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്. അങ്ങനെയാണേൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം? മാഷ് അങ്ങനെ പറയരുത്. പിന്നെ രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങയെപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷേ? ചരിത്ര പുരുഷനോ? ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്. പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തി തന്നാ മതി. ഓ, തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ? വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത ഗോവിന്ദേട്ടൻ, മുത്തച്ഛൻ്റെ മരുമകൻ. പിന്നെ തിക്കോടി എന്ന ഗ്രാമം, കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം. മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ? ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37-ലെ അധ്യാപക സമരം, VR നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം. നിർത്ത്. താനിപ്പോഴും കുറേ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മുയ്യാരത്ത് ശങ്കരൻ, VR നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ. മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം. ഓഹോ, പിന്നെന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെക്കുറിച്ച്? മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ല. കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ. ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്. അപ്പോൾ ഞാൻ കേട്ടത് സത്യമാണെന്ന് വരുമോ? താനെന്താ കേട്ടത്? അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്. ഞാൻ മൊഴി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്? അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ. അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്? അതെ. എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, മഹാത്മാ ഗാന്ധി കി, മഹാത്മാ ഗാന്ധി കി. ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ KB മേനോൻ അവർകളെ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ജോലി രാജിവെച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങിയ ഡോക്ടർ KB മേനോൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ദേശഭക്തന്മാരെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ
നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിൻ്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. കേശവനാരെ, ഓ ചൂട്ടം നാഞ്ഞു വീശിക്കോ, അതിപ്പോ കെട്ടുപോകും കേട്ടോ. ഗടോ ഇങ്ങൊന്നും മെല്ലെ നടക്കുവോ, പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്. ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. നീ ഉണ്ട് കുറേ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓ മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ടെത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല. എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല. അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്? ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക. മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ? ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോൾ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ? അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്? രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ? എന്നല്ല മേനോൻജി, ഇതൊക്കെ ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇവിടുത്തെ ജനതയോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ഭീകരതയോളം വരുമോ ഇതൊക്കെ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്. ഒന്നും അറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ? ആളപായമുണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്. എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക? അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വസിക്കാം. ഞാൻ ഉറപ്പ് തരുന്നു. എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം. നമുക്ക് ആൽത്തറയിലിരിക്കാം. അതാ എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക. ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം. ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും. ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറയ്ക്കണം. അടിച്ചമർത്തപ്പെട്ടവൻ്റെ പോരാട്ട വീര്യം കണ്ട് വെള്ളക്കാരൻ്റെ ചങ്ക് തകരണം. അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ? എനിക്കറിയാൻ കുറേ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ. അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ? നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല. ശരിയാ, അത് ശരിയാ. പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ. അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. അല്ല, കേശവൻ നായർ ഉണ്ടാവുമല്ലോ അവിടെ? ഉണ്ടാവും. ഞാനുണ്ടാവും. കേളുക്കുട്ടിയും ഉണ്ടാവും. ഉണ്ടാവില്ലടോ അവിടെ? ഞാനുണ്ടാവും. പിന്നെ ഒരു കാര്യം, എന്തേ? രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. കടവിൽ തോണി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല, എന്നാലും
മേനോൻജി ഈ സമയത്ത് പോകണ്ടായിരുന്നു. കേശവനെ പറഞ്ഞത് ശരിയാ. അങ്ങനെയല്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം. भारत माता की भारत माता की महात्मा गांधी की महात्मा गांधी की ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞിരാമ കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീടെന്തുണ്ടായി? വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ, ഉണ്ണികുളം, മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത്. ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി. വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്. എവിടെ അടങ്ങിയിരിക്കാൻ? കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്. ഗോവിന്ദേട്ടനെ എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലുമെത്തി. ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്ക് ഒന്ന് വാതിൽ വിളിക്കുന്നത്? പോലീസാണ്. എന്താ ഈ അസമയത്ത്? അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ. അതിനകത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ദേ തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളുമില്ല ഇതിനകത്ത്. ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തനുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെ അല്ലേ താമസം? ആ, ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി. എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ചേ. എല്ലാ മൂലയും തപ്പണം. അതൊന്നും ഇവിടെ പറ്റൂല. വായ് മൂട് തള്ളേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടി ഓഫീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്. ഇതേതാ തറവാടെന്ന് അറിയോ തനിക്ക്? തലതിരിഞ്ഞ കുറെ സന്തതികൾ പറയുന്ന തറവാടാണെന്ന് മനസ്സിലായി. ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ? അധികാരിയൊക്കെ പണ്ട്. കാലം മാറിയൊന്നും തള്ളെ അറിഞ്ഞില്ലേ? ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബെറിഞ്ഞ് കളിക്കുന്നത്. ഇല്ല സർ, ആരുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു? ആണുങ്ങളായിട്ട് അകത്താരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്. ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ. ദേ ഏമാൻ വിളിക്കുന്നു. ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ. മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്? കൊള്ളാലോ മുതല്. മുഖം ഒന്ന് ശരിക്ക് കാണട്ടെ. ആ, മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്? ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ. ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ? ശരിക്കും നോക്കിയിരുന്നു സാർ, അവിടെ ആരുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്. മിണ്ടി പോകരുത്.
നാളെ വൈകിട്ട് 5 മണി വരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ? അങ്ങനെ അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനൻ തന്നെ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ. പിറ്റേന്ന് ഉച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയാൻ. പാറക്കലെ വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോള കണ്ണടയ്ക്കാതെ എൻ്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെൽപ്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി. എന്നിട്ട് താനെന്താ ചെയ്തത്? അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ. ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതും വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? എൻ്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി. താനെന്താ മൊഴി കൊടുത്തത്? സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിൻ്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി. എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്നെ വിഷമം. അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി. അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ. പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യമുണ്ടായാൽ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും തൻ്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാൽ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി? ശരിയായിരിക്കാം. എനിക്കിനി എൻ്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം. ഓഹോ, അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ? അത് പിന്നെ നമ്മുടെ ചോറല്ലേ. ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ? അതെന്ത് ചോദ്യമാണ് പി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലിവെന്ത നായയെപ്പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക, അത്ര തന്നെ. ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി? ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ എങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ച്. അടുത്ത ആഴ്ച ഒരു നാടകമായിട്ടെടുത്തിട്ടുണ്ട്. മനസ്സിൽ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ എങ്ങനെ തനിയെ ഇരുന്നാൽ ചിലപ്പോൾ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകൾ, ഈ കടലിൽ. എനിക്കിപ്പോഴറിയാം, അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. ദുർവാശിക്കാരിയായ കൊച്ചുകുട്ടി തന്നെയായിരുന്നു അച്ഛന് ഞാൻ എപ്പോഴും. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്നു വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി.
ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ. നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഞാൻ അത് തന്നെ തീരുമാനിച്ചു. മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം. അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവൂടോ. എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആടി ഉലഞ്ഞു പോയ അച്ഛന്റെ ജീവിതം കരയ്ക്കടുപ്പിച്ചത് ആ സ്ഥാപനമാണെന്ന്. അതൊക്കെ ശരി തന്നെ, പക്ഷേ അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്. ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. മോള് അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛൻ്റെ കാര്യം തന്നെ നോക്ക്. 1 വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺ പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടെ ആയിരിക്കും. അതറിയോ നിനക്ക്? പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം? അതൊരു പ്രശ്നമല്ലേ? ഉയിര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം. ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കമൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ. അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല. അച്ഛൻ പറയുന്നുണ്ടോ? അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്. എന്ത് സ്വപ്നം? അത് അല്ലേ വേണ്ട, മോൾക്കത് വിഷമാകും. അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ. മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ ഒരു മോഹമുണ്ടായിരുന്നു. ഒരു സ്വപ്നം. പാർവതി ടീച്ചറുടെ മകള് പുഷ്പ ടീച്ചർ. വെറുതെ അങ്ങനെ ഒരു സ്വപ്നം. 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോലിയിൽ ആത്മാർത്ഥത കുറവ് കാണിക്കാൻ പാടില്ല എന്ന ഒരൊറ്റ കാര്യമാണ് അച്ഛന് ഉപദേശിക്കാനുണ്ടായിരുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം? ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി. വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും. സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു. വലിയ ആനേന ഇത്ര പോരൊന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് 2 അടിയടിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട് മനുഷ്യേതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ടുണ്ടാക്കി തീർത്ത. ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛൻ്റെ ആ പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു. ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ? എനിക്കെന്താ, അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ? അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്? പ്രസംഗം കലക്കിയിട്ടുണ്ട് കേട്ടോ. ദിഗന്ധങ്ങൾ നടുങ്ങി അല്ലേ? റിട്ടയർ ചെയ്തതിനു ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്? പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാനാണെങ്കിൽ അച്ഛൻ്റെ കുറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അളകാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ. സൊറ പറയൽ മാത്രമല്ല അവിടെയെന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാം. ബീച്ചിൽ നാളെ പോകാം മോളെ. അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം. അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാനെന്തു പറയൂ? അച്ഛൻ
അച്ഛൻ ആരാ പ്രധാനം? പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ? അങ്ങനെ ചോദിച്ചാ നീ വാ, ബീച്ചെങ്കിൽ ബീച്ച്. ഇതാരാ വരുന്നത്? നിങ്ങളെ ഒന്നും കാണാനില്ലല്ലോ. എന്താ പറച്ചോനെ? അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് 4-5 പൊതി കടലയും വാങ്ങിപ്പോയത്? അതല്ലപ്പോ ഞമ്മട് പറഞ്ഞത്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, നമ്മൾ തലാൻ പറ്റിക്കണേ. ഓ നമസ്കാരം. അല്ല മാഷേ, നമ്മൾ ആലോചിക്കുകയാണ്, കാലത്തിൻ്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ലു തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? അല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ? ഓ അങ്ങനെ പോകുന്നുണ്ട് അന്തരോ. മാഷ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പണ്ട് റേഡിയത്തിലൂടെ ആണെങ്കിൽ ഇപ്പൊ പേപ്പറിലൂടെ. അത് അന്തരോ, ഞാൻ ചെറിയ രീതിയിൽ ഒരു വലിയ മഹാനാകാൻ തീരുമാനിച്ച് അതിൻ്റെ. സത്യം പറയാലോ മാഷെ, മാഷ ഇവിടുന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക, ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തും നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി. ഒരു ഉഷാറുമില്ല. എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ. എന്നാൽ അങ്ങനെ ആകട്ടെ മാഷെ. താൻ കുറിക്കാൻ കുറച്ച് കടലെടുക്കണോ? എന്നാ പിടിച്ചോ, ചൂടോടെ 2 കെട്ട്. പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണ കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഞമ്മളെയും വിളിക്കണേ മോളെ. കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ? അച്ഛാ, ഇന്ന് ആകാശവാണിയിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ? അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ? ഞാൻ എങ്ങനെ അറിയാനാണോ? എൻ്റെ ദിവ്യദൃഷ്ടിയൊക്കെ തിമരപ്പാട വന്ന് മൂടിയില്ലേ? എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റായി ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസും. അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണ് കേട്ടോ. അച്ഛനുണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്. അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം. നീ കുട്ടിയായിരിക്കുമ്പോൾ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ മോൾക്കത്? അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ? കാണുക കടലിനെ കൺതുറക്കാതെ. മനസ്സിലായില്ല. അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പം മനസ്സിലായോ മോക്ക്? മനസ്സിലായി. കാണുക കടലിനെ കൺ തുറക്കാതെ. പിന്നെ മോളെ, നീ തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്. വേറെന്ത് കാര്യം? ഞാനെല്ലാം അറിഞ്ഞു. നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട. വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ. നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്. അച്ഛനതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെക്കുറിച്ച് അന്വേഷിച്ചറിയുകയും ചെയ്തു. ജാതി വേറൊന്നാണ് അച്ഛാ. ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ പറയും. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയിൽ എൻ്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം. ഇല്ല അച്ഛാ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ? ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തിൽ, കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെക്കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
പേടിയായിട്ടാച്ച. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ. ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ: ഒരു കുരുന്ന് പൈതൽ ഇന്നെൻ്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ്. അതിയായ ആഹ്ലാദത്തിൻ്റെ ദിവസവും. ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ്, വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറുനൗകയുമായി തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി. ആ, മാഷ് നേരത്തെ എത്തിയല്ലേ? ആ, താനോ? അധിക നേരമായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ? വേണമെന്നില്ല. എന്താ താൻ വൈകിയത്? ഇറങ്ങാൻ നേരം എഡിറ്ററുടെ വക ഒരു പുതിയ അസൈൻമെന്റ്. ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണിൽ. ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ. ഏത് വിഷയത്തിൽ? മാഷ് മറന്നോ? കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം. ഓഹോ, നാളെ കുറേ ആയില്ലേ? എന്തായി തൻ്റെ ഗവേഷണം? അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്. താൻ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിൻ്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. അത് തന്നെ. അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു വന്നത്. എന്ത് കാര്യങ്ങൾ? അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്. അതെങ്ങനെ തനിക്കറിയാം? ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്. ആ ഡയറി വെച്ചാണ് കേസിൽ ഉൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്. എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ? അതെ മാഷേ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ. അതിലൊന്നും വലിയ കാര്യമില്ല. കാര്യമില്ലാതെ പിന്നെ? അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിൻ്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ. എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും. താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്. ഏതായാലും മാഷിന് സന്തോഷമായില്ലേ? സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസമുണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ. ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനൊരു നിമിത്തമായെന്ന് മാത്രം. ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എൻ്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്. എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരമ്പം പോലെ, തലയിൽ തലോടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്? കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തൂർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി LC മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര RU, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി CK എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി C മാത്യു. AI സാങ്കേതികവിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ P, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി C മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത് ചന്ദ്രൻ.